കർണാടകയിലെ വിജയപുരയിൽ 2 കൊലക്കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് വെടിവെച്ചു കൊന്നു. പിടികൂടാനെത്തിയ പോലീസുകാരെ കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിയുതിർക്കുകയായിരുന്നു. കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കൊള്ളയും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയോധികയുടെ മാല തട്ടിപ്പറിച്ച് ഓടിയത് അവിടെയുള്ള ഒരു കൗൺസിലറാണ് എന്നറിഞ്ഞപ്പോഴും നമ്മൾ എല്ലാവരും ഞെട്ടി. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും, അതായത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും ലീഗ് ആയാലും, ഇവരോടൊക്കെ ഞാൻ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകരുത്. അതായത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു വിചാരത്തോടു കൂടി പോകരുത്. നിങ്ങളുടെ കുടുംബത്തെ സേവായിട്ട് നിർത്തിക്കാനുള്ള പൈസ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് പോകരുത്. ഇന്നലെ മാലപൊട്ടി ചൂടിയ കൗൺസിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സാമ്പത്തിക ബാധ്യതയാണെന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ജോലിക്കും പോകാതെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ, അത് ആരായി കഴിഞ്ഞാലും ഈ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്, അയാൾക്ക് അമിതമായിട്ടുള്ള കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യൂബ മുഖം തന്നെ ഇവിടെ ദുബായിലേക്ക് അയച്ചില്ല, അതേപോലെ അയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണാടകയിൽ കത്തിമുനയിൽ നിർത്തിയിട്ട് ആൾക്കാരെ വിരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുണ്ടയെ പോലീസ് അവിടെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് ശരിയാണ് ഒരു കണക്കിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർക്കോ ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മുതലക്കണ്ണീർ ഒഴുകിയിട്ട് കാര്യമില്ല. ഒരുപാട് പേരുടെ ജീവന് വേണ്ടിയിട്ട് ഒരുത്തൻ്റെ ജീവൻ ബലി കഴിപ്പിച്ചതില്ലേ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ കാരണം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ ചിലപ്പോൾ അനാഥരാകും. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ചെന്താമരായി എന്ന് പറയുന്ന ഒരു ക്രൂരനെ അന്ന് വിട്ടത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അമ്മമ്മയും അതുപോലെ തന്നെ അച്ഛനെയും നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള കുറ്റവാളികളെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇവനൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നാളെ ആരെയാണ് അനാഥരാക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉചിതമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു വലിയ ഗുണം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോയിലേക്ക് ഒരു കള്ളനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴേ അയാൾ പറയുകയാണ്, പിടിച്ചു കൊടുത്തവന്മാരെയൊക്കെ എനിക്കറിയാം, എല്ലാവനിട്ടും ഞാൻ പണി തരും എന്നൊരു കള്ളൻ പോലീസുകാരുടെ മുന്നിൽ വെച്ച് പറയണമെങ്കിൽ അവൻ്റെ ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. അവൻ്റെ ആ ഒരു എന്നെ ഒന്നും ഈ ഇവന്മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ആ ഒരു അഹങ്കാരം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മളെടുത്ത പോലീസുകാർക്ക് ചെയ്തുകൂടെ എന്ന്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പോലീസ് സേനയെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഫ്രീ ആയിട്ട് വിടണം. അതാണ് വേണ്ടത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കള്ളൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ മറുപടി പറയണം. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെല്ലാവരും പറയും വിട്ടുതാടാ എന്നൊക്കെ പറയും. പക്ഷെ പോലീസ് കസ്റ്റഡിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാർ മറുപടി പറയണം. അതുകൊണ്ട് തന്നെയാണ് അവർ പരമാവധി തന്നെ ഇവർക്കൊക്കെ സുരക്ഷ ഇത് കൊടുക്കുന്നത്. അതായത് അവരുടെ കയ്യാലെ ഒന്നും ആവരുത്. കാരണം എന്താ, ഇവിടെ എന്ന് പറയുന്ന ഒരാൾ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു ഷീല വധക്കേസ് ഉണ്ടായിരുന്നു. ആ ഷീല വധക്കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കഴുത്തറുത്ത് കൊന്ന 2 പ്രതികളായിരുന്നു. അപ്പോൾ അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു പ്രതി പിടികൂടിയപ്പോഴും എങ്ങനെയോ മരിച്ചുപോയായിരുന്നു. ആ മരിച്ചുപോയതിൻ്റെ പേരിൽ ചിലപ്പോഴും എനിക്ക് തോന്നുന്നത് ആ ഒരു പോലീസുകാർ ഒരുപാട് വർഷം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ പോലീസുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മിക്ക പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അന്ന് ചെന്താമരയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് വനങ്ങൾ മുഴുവൻ പോകുമ്പോഴും പോലീസുകാർ അയാൾക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കേസിൻ്റെ പുറകെ പിന്നീട് നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇവിടെയുള്ള ചില രാഷ്ട്രീയക്കാരായാലും അതുപോലെ തന്നെ പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില സമയത്തൊക്കെ, അതായത് മറ്റുള്ള ഈ പ്രതികളുടെ ആണ് ഞാൻ പറയുന്നത്. അതായത് ഇവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെ അതുകൊണ്ട് പ്രതികൾ ഇവർ സംരക്ഷിക്കുന്നത്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ കർണാടകയിൽ തന്നെ കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, ഒരു ചെറിയ കുട്ടീനെ എന്ത് ചെയ്തു, ഒരു തന്നെ നെട്ടക്കെട്ടൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അതുപോലെ ഇവിടുന്ന് ബാങ്ക് കൊള്ളയടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയതാ. അവിടെ ഇത് പോലീസുകാർക്കാരെ തോക്കുണ്ട്, പോലീസുകാർ വിടും, അവിടെ നെട്ടക്കെട്ടൊക്കെ നടിച്ചിട്ട് അവനെ അങ്ങ് കാര്യമാക്കിയ. ഇതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഗുണ്ടകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്കറ്റൊക്കെ നടിച്ചിട്ട് കാലിയാക്കണം. എവിടാന്ന് പറഞ്ഞാൽ ഓരോരുത്തന്മാർ ഇന്റർവ്യൂ കൊടുക്കല. ഈ
എന്താ പറയേണ്ടത്, മറ്റേ കുരുട് ബിനീഷ്, പിന്നെ മറ്റേ എന്നാ പാഷാണ മറ്റേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരും ആക്കിയിട്ട് ഇവിടെ കുറെ എണ്ണം ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കില്ല. എല്ലാം ഗുണ്ടകളാന്നാ പറയുന്നത്. ഒരുത്തൻ എന്നിട്ട് പറയും എനിക്ക് ഇവിടെയല്ല കേസ് കൊടുത്തില്ല, എനിക്ക് അന്യ സംസ്ഥാനത്തെ കേസ് വരെ എണ്ണിക്കൊണ്ടിരിക്കല. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഇതേപോലെ ഈ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവൻ്റെയൊക്കെ ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ ധൈര്യങ്ങൾ എവിടുന്നാ വരുന്നത്? അവർക്കറിയാം ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന്. കാരണം എന്താ, ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വരുവായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അതായത് ഈ ചെയ്തവനെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛ ഇമ്മ ഇന്ന വരപ്പിക്കും. അല്ല, എല്ലാം നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില സമ്മർദ്ദങ്ങളിലോ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളെയൊക്കെ, അതായത് ആൾക്കാരെ ഉപദ്രവിക്കുന്ന, ആൾക്കാരുടെ ജീവനും ഭീഷണിയാകുന്ന ഈ ഗുണ്ടകളെയൊന്നും ശരിക്കും ഇവിടെ ആവശ്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നിക്കലും എന്ന് പറഞ്ഞാൽ തുറുങ്കിലടക്കണം. അതായത് തുറന്നു വിടാനേ പാടില്ലായിരുന്നേ. ജനങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവരെ തുറന്നു വിടരുത് ഞാൻ പറയുള്ളൂ. എന്തിനു തുറന്നു വിടണം? അതാണ് ഇപ്പൊ ഗോവിന്ദച്ചാമി എന്ന ഒറ്റ കയ്യനാണ്. അവൻ ജയിലിയാടി. നിമിഷ നേരം കൊള്ളുക അവനെ പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര ആൾ കൊല്ലുമെന്ന് പറയാൻ പറ്റൂല. അവൻ എന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവമാർ വെറും ഇതാണ്, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചിക്കൻ ബിരിയാണിയും മേടിച്ച് തിന്ന് നല്ല സുഖത്തിൽ ജീവിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒന്നിനെ തട്ടിയാലും രണ്ടിനെ തട്ടിയാലും ഒക്കെ എനിക്ക് ഇതേ ഉള്ളൂ ശിക്ഷ എന്നും കൃത്യമായിട്ട് ഈ ഗോവിന്ദനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ചാമിയൊക്കെ എന്ന് പറയുന്നത് നമ്മളൊക്കെ ശരിക്കും തന്നെ പുച്ഛത്തോടു കൂടി നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട് ഈ എൻകൗണ്ടർ. ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഭാര്യ തീക്കൊളുത്തി മരിച്ച് എന്തോ ചെയ്തു. അതിലുള്ള പ്രതിയെ, അതിലുള്ള ഭർത്താവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. ഇനി അവന് ജീവിതകാലത്തിനോട് എണീച്ച് നടക്കൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം മറ്റുള്ളവർക്ക് ശല്യമാകൂല. അല്ലെങ്കിൽ ഇവൻ ജയിലിൽ നിന്ന് വരുമ്പോഴെന്ന് പറഞ്ഞാൽ വലിയ ഗുണ്ടയായിട്ടാണ് വരിക. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ കിടന്നു, ഞാൻ ഇത്ര വർഷം ജയിലിൽ കിടന്നിട്ടാ എന്നെ തൊട്ടാലെന്ന് പറഞ്ഞാൽ കീലേരി അച്ചു വരുന്ന പോലെ വരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കർണാടക പോലീസിൽ ഏതായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ജീവൻ കൂടിയാണ് അവർ രക്ഷിച്ചത്. ഒരുപക്ഷെ അവനൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പണി തുടങ്ങും. അതായത് ഒരു കള്ളന് പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇതേ കളവിനെ നടത്തുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ അവൻ്റെ പ്രതിയാണെന്ന് അറിയുമ്പോൾ തന്നെ 3-4 കേസൊക്കെ ഉണ്ടാവും അവൻ്റെ പേരിൽ. ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതായത് പൊതുജനങ്ങൾക്ക് പിന്നെ എന്താ പറയണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ തിരിച്ചു വരാത്ത രീതിയിൽ അവരതിൻ്റെ ഉള്ളിൽ തന്നെ അവർ തീരണം. അങ്ങനെയുള്ള ഒരു തുറുങ്കിൽ അടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ മാത്രമേ കൊടുക്കാതോ, അതാണ് വേണ്ടത്. അല്ലാതെ ഒന്നും കൊടുക്കരുത്. ഉപ്പിടാതെ കഞ്ഞി കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജയിലിൽ ഞാൻ വരൂല എൻ്റെ ഭഗവാനെ ഇന്നാക്കണമായിരുന്നേ. ഇനി ജയിലിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇമ്മാതിരി പരിപാടി ചെയ്യില്ല എന്ന് വരുത്തി തീർത്താൽ ഇന്നാക്കി കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്നെ ജയിലിലേക്ക് പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ വിഷമത്തിലായിരിക്കണം. ഇതുവരെ ചില അവന്മാരെ പോയി വന്നവരെ നമുക്കറിയില്ല, പോയി വന്നവർ പറയുന്നേക്കാം ഭയങ്കര തന്നെയാപ്പാ നല്ല സുഖല്ലേ. ഓരോരുത്തർ ജയിലിൽ റിവ്യൂ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജയിലിൽ ഇന്നിന്ന സമയത്ത് ഇന്നിന്ന ഭക്ഷണം കിട്ടുന്നു. നന്ദി, നമസ്കാരം.